ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഇന്നൊരു സാരി ബ്ലൗസ് ആണ് കട്ട് ചെയ്യുന്നത്. ഇത് നമ്മളൊരു സാരിയിൽ നിന്ന് ബ്ലൗസ് പീസിനായിട്ടുള്ള ക്ലോത്ത് മുറിച്ചെടുത്ത് ഇരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് 1 മീറ്റർ ലൈനിങ് ക്ലോത്തുമാണ് എടുത്തിരിക്കുന്നത്. ഏതൊരാൾക്കും അവനവൻ്റെ അളവിലേക്ക് മാറ്റിയെടുത്ത് കട്ട് ചെയ്യാവുന്ന അളവിലാണ് നമ്മളിപ്പോൾ എല്ലാ അളവുകളും പറയുന്നത്. നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് നമ്മൾ ടക്ക് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക് പോർഷനിൽ ഡിസൈനായിട്ടുള്ള നെക്കുമാണ്, ബോട്ട് നെക്കാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ബാക്ക് പോർഷനിൽ നമ്മളൊരു ഡിസൈനും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ സാരിയിൽ നിന്ന് മുറിച്ചെടുത്തത്. അപ്പോൾ ഇതിന് നല്ല വിഡ്ത്തുണ്ട്. പിന്നെ നമ്മൾ 1 മീറ്ററാണ് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ബാക്ക് പീസാണ് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിലാണ് ഇങ്ങനെ ലെവൽ ചെയ്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ബാക്ക് സൈഡിൽ എത്രയാണോ ലെങ്ത്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ട ലെങ്ത് എത്രയാണോ അത് അടയാളപ്പെടുത്തുക. എന്നിട്ട് 1 ഇഞ്ച് നമ്മൾ സീം അലവൻസ് കൂട്ടിയിടുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാനായിട്ടും ഇതിൻ്റെ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്യാനും എല്ലാം ആയിട്ടാണ് 1 ഇഞ്ച് നമ്മൾ കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ സൈഡിൽ, അതായത് ആ ക്ലോസ് ആയ സൈഡിൽ നമുക്കൊരു 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാവേ. ഇതിപ്പോൾ 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താലും മതി. നമ്മളിപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ചാണ് ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ബാക്ക് പോർഷനിലാണ് നമ്മൾ ഇതിന് ഓപ്പൺ കൊടുക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്ത് നമ്മൾ ഈ ഭാഗം ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്ക് പീസിലാണ് നമ്മൾ നമ്മളുടെ ബ്ലൗസിൻ്റെ ബാക്ക് പോർഷനിൽ ഓപ്പൺ കൊടുക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇനി നമ്മളുടെ ഷോൾഡർ എത്രയാണോ അത് എത്രയാകട്ടെ, അതിൻ്റെ നേരെ പകുതിയാണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഷോൾഡർ നമ്മൾ അതിൻ്റെ നേരെ പകുതി മാർക്ക് ചെയ്യാനായിട്ടുള്ള കാര്യം നമ്മൾ ബോട്ട് നെക്കാണ് വെക്കുന്നത്, അതുകൊണ്ടാണ്. എന്നിട്ട് ഇവിടോട്ട് നമ്മളൊന്ന് മാറ്റി ആ 7 ഇഞ്ച് തന്നെയാണോ എന്ന് നോക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ഇങ്ങനെ 6 ഇഞ്ചാണ് നമ്മൾ ആം ഹോൾ കൊടുക്കുന്നത്. അപ്പം നമ്മളുടെ കൈയുടെ വണ്ണം അനുസരിച്ചാണ്. അതിപ്പോൾ ഒരു 6.5 ആണെങ്കിലും നമുക്ക് കൊടുക്കാവേ. ഒരു 6.5 ഇഞ്ച് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ കൈക്ക് വണ്ണം ഉള്ളവർക്ക് കൊടുക്കാവേ. അത് നമ്മളുടെ ഓരോരുത്തരുടെ വണ്ണത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുവേ. നമ്മളിപ്പോൾ ഒരു 6 ഇഞ്ചാണ് കൊടുത്തത്. എന്നിട്ട് ഈ ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളുടെ ദേഹത്ത് നിന്ന് എടുക്കുന്ന അളവാണ് ഇവിടെ പറയുന്നത്. നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ചാണ് കൊടുത്തത് ലൂസ്. അതിപ്പം നമുക്ക് 1 ഇഞ്ച് വേണമെങ്കിലും കൊടുക്കാവേ. നമ്മൾ എന്നിട്ട് 2 ഇഞ്ച് സീം അലവൻസ് ആണ് കൊടുക്കുന്നത്. ഈ 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്താലും കുഴപ്പമില്ല, അത് ഇപ്പോൾ 1.5 ഇഞ്ചാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ കോർണറിൽ നിന്ന് നമ്മൾ ഈ ആം ഹോൾ വരച്ചെടുത്തേക്ക് ഇതുപോലെ ഒന്ന് നോക്കുകയാണെങ്കിൽ 1 ഇഞ്ചിൻ്റെ ഡിഫറൻസ് ആണ്. 1 ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരച്ച് കൊടുത്താലും മതിയേ. അപ്പം നല്ലൊരു ആം ഹോൾ നമുക്ക് ഇതുപോലെ ഇവിടെ ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളുടെ ടോട്ടൽ വേസ്റ്റിനെ, അതായത് നമ്മളുടെ ഈ ബോട്ടം ഭാഗത്തുള്ള ടോട്ടൽ അളവിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കിട്ടുന്നതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് കൂടെ സീം അലവൻസ് മാത്രം കൊടുത്താൽ മതിയേ. എന്നിട്ട് ഈ ഭാഗങ്ങൾ ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പം നമ്മളുടെ ദേഹത്ത് നിന്ന് എടുക്കുന്ന അളവാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മളുടെ ഒരു പഴയ അളവ് ബ്ലൗസ് ആണെങ്കിൽ ആ കറക്റ്റ് അളവ് ബ്ലൗസിൻ്റെ അളവ് കൊടുക്കുക. എന്നിട്ട് സീം അലവൻസ് കൊടുക്കുക. അത്രയും മാത്രം ചെയ്താൽ മതി. ചെസ്റ്റിൻ്റെ അവിടെയും വേസ്റ്റിൻ്റെ അവിടുത്തെ അളവ്. ഇനി നമ്മൾ ഒരു ബോട്ട് നെക്കാണ് കട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ സൈഡിൽ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് നമ്മളൊരു 4.25 ഇഞ്ച് നല്ല വൈഡായിട്ടുള്ളൊരു ബോട്ട് നെക്കാണ്. ആ പോയിന്റിൽ നിന്ന് നമ്മളൊരു 4.25 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഡെപ്ത് നമ്മൾ കൊടുക്കുന്നത് ഒരു 3.5 ഇഞ്ചാണ്. അത് 4 ഇഞ്ച് വരെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അത് 3.5 ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇതിനെ നമ്മളൊരു ഇങ്ങനെ വരച്ചൊരു ബോക്സ് ആക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഒരു ബോട്ട് നെക്ക് മേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഈ കോർണറിൽ നിന്ന് നമ്മളൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആ 2 ഇഞ്ചിലൂടെ ഇതുപോലെ ഒട്ടും കുഴിക്കാതെ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നല്ലൊരു ബോട്ട് നെക്ക്, നല്ല വൈഡായിട്ടുള്ള ഒരു ബോട്ട് നെക്ക് നമുക്ക് ലഭിക്കുവേ.
എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് നമ്മളൊരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മൾ ബാക്ക് പോർഷനിൽ ഒരു ഡിസൈൻ കൊടുക്കുന്നതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ 2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഈ ഭാഗങ്ങൾ ഇതുപോലെ നമ്മളിങ്ങനെ ബോക്സ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഒരു ഓവൽ ഷേപ്പിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. നമുക്കൊരു പോട്ടിൻ്റെ ആകൃതിയാണ് വേണ്ടത്, ഒരു കുടത്തിൻ്റെ ആകൃതിയെ. എന്നിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഡിസൈനൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാവേ. എന്നിട്ട് ഇവിടെ നമ്മൾ ഈ ഡൗൺവേഡ് ഒരു 4 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് കൊടുത്തത് അതുപോലെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ നെക്കിൻ്റെ വിട്ട് 4.25 ഇഞ്ചാണ് വിട്ട് കൊടുത്തിരിക്കുന്നത്. അതിപ്പം 4 ഇഞ്ച് കൊടുത്താലും മതി. ഇത് നന്നായിട്ട് വൈഡായിട്ട് കിടക്കുന്ന രീതിയിലാണ് ഈ 4.25 കൊടുത്താൽ. അപ്പം നമുക്ക് അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ 4 ഇഞ്ച് കൊടുത്താൽ മതിയേ. ഇതുപോലെ നമ്മളിപ്പം നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് പോർഷൻ്റെ കറക്റ്റ് സെൻറ്റർ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മളുടെ ബാക്ക് പോർഷൻ നമ്മൾ ലൈനിങ് ക്ലോത്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. നല്ല നീറ്റായിട്ട് ഇതുകൊണ്ടോ ഇതുപോലെ നമുക്ക് ലഭിക്കുക. ഇനി നമ്മൾ നമ്മുടെ മെയിൻ ക്ലോത്തുമായിട്ടൊക്കെ അറ്റാച്ച് ചെയ്തെടുക്കണേ. അത് ഇതുപോലെ ലൈനിങ് വെച്ച് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയേ. ഇനി നമ്മൾ ഈ ഇതുപോലെ മടക്കി ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുത്ത് കറക്റ്റ് 1/2 ഇഞ്ച് വരുന്നിടം ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ബാക്കി ക്ലോത്തിനെ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന പോലെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി ഈ ബാക്ക് പോർഷൻ നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഈ സൈഡിൽ 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അത് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ആ 1/2 ഇഞ്ച് നമുക്ക് മാറ്റി വേണം ഇങ്ങനെ വെച്ച് കൊടുക്കാം. ബാക്കി ഭാഗങ്ങളെല്ലാം കറക്റ്റായിട്ട് നമ്മളിങ്ങനെ വരച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ നെക്ക് വരുന്നിടം, ആം ഹോൾ വരുന്നിടം എല്ലാം നമ്മൾ എവിടെയാണോ പോയിന്റ് അതെല്ലാം ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ആദ്യമായിട്ട് കട്ട് ചെയ്യുന്നവർക്കൊക്കെ ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ്. ഇങ്ങനെ ഈ ബാക്ക് പോർഷൻ്റെ ലെങ്ത് എവിടെയാണോ വന്നിരിക്കുന്നത് അവിടെയാണ് ഇതുപോലെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ബാക്ക് പോർഷൻ്റെ ലെങ്ത് എത്രയാണോ അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കൊടുക്കുന്നു. പിന്നെ ഇതാണ് നമ്മളുടെ ഇതുപോലെ അങ്ങ് വരച്ചു കൊടുത്താലും മതിയേ. നമ്മളുടെ ആ നെക്കിൻ്റെ കറക്റ്റ് അത്രയും തന്നെ നമ്മൾ ബാക്ക് പോർഷനിൽ എടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ നമുക്കതിൻ്റെ കുറച്ചുകൂടെ കയറ്റി കൊടുക്കുക. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്തെടുക്കുകയാണ്. നമ്മളിപ്പോൾ ഈ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഒരേ രീതിയിലാണ് നെക്ക് കൊടുത്തത്. ഈ ആം ഹോളും നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ സൈഡും നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ സീം അലവൻസിൻ്റെ ഭാഗവും എല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഇതാണിപ്പം നമ്മുടെ ബാക്ക് പോർഷൻ്റെ കറക്റ്റ് അളവ്. ഇനി നമ്മൾ ഇവിടെ നമ്മൾ 4 ഇഞ്ച് ഇതുപോലെ കൊടുക്കുന്നു. ഡൗൺവേഡ് കൊടുത്ത് ഇടുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷൻ മാർക്ക് ചെയ്യുകയാണ്. ഇത്രയും നേരം നമ്മൾ ഈ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മളുടെ ടക്ക്, നമ്മളുടെ ഓരോരുത്തരുടെയും ടക്ക് എവിടെയാണോ വേണ്ടത് അത് നമ്മൾ ഈ ഷോൾഡർ മുതൽ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. സീം അലവൻസ് എല്ലാം കൂട്ടി നമുക്ക് 13 ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം നമുക്ക് 12 ഇഞ്ച് മതി. 1 ഇഞ്ച് നമ്മൾ സീം അലവൻസും കൊടുത്ത് 13 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇത് ഫ്രണ്ട് പോർഷനിൽ ടക്കിന് വേണ്ടിയുള്ളതാണ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെയൊന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഷോൾഡറിൽ നിന്ന് നമ്മളുടെ ടക്ക് എത്രയാണോ അതാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഇനി ബാക്ക് പോർഷനിൽ നമ്മൾ കൊടുത്ത ലെങ്ത് ഇല്ലേ, ആ ലെങ്ത്തിൽ നിന്ന് നമ്മളിപ്പോൾ 1 ഇഞ്ചാണ് കൂടുതൽ കൊടുക്കുന്നത്. അതായത് ടക്ക് പീസിനായിട്ടുള്ള നമ്മുടെ അവിടുത്തെ ബെൽറ്റിന് വേണ്ടിയാണ് നമ്മൾ 1 ഇഞ്ച് കൊടുക്കുന്നത്. അതിപ്പോൾ 1/2 ഇഞ്ച് കൊടുത്താലും മതി. കറക്റ്റ് 1/2 ഇഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമ്മൾ സീം അലവൻസ് എല്ലാം കൂടെ കുറച്ചേറെ ഇട്ട് ചെയ്യാൻ വേണ്ടിയാണ് 1 ഇഞ്ച് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇത് അളന്ന് നോക്കുമ്പോഴത്തേന് ഒരു 3.5 ഇഞ്ചോളമാണ് കിട്ടുന്നത്. ഇനി നമ്മൾ നമ്മളുടെ സൈഡിൽ, അതായത് ക്ലോസ് ആയ ഭാഗത്ത് നിന്ന് ഈ പോയിന്റിൽ നിന്ന് ഒരു 1.25 ഇഞ്ച് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് നമ്മളൊരു 2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഈ 2 ഇഞ്ചിൽ നിന്ന് ഈ നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയത്തേക്ക് ഇങ്ങനെ വരയ്ക്കുന്നു. ഇതാണ് നമ്മളുടെ ടക്ക് ഇടുമ്പോഴത്തേന് നമ്മുടെ ബെൽറ്റ് പോർഷൻ്റെ നമ്മളുടെ കറക്റ്റ് സെൻറ്ററിൽ വരേണ്ട ഭാഗമാണ് ഇതെല്ലാവേ. അപ്പം ഇങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്ത് നീറ്റായിട്ട് ഇതുപോലെ വളച്ച് നമ്മൾ എടുക്കണേ. ഇവിടെ നമ്മൾ ഒരു 1 ഇഞ്ചാണ് കൂടുതൽ കൊടുത്തിരിക്കുന്നത് ബാക്ക് പോർഷനെക്കാട്ടിലുമേ.
ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വര നമ്മളുടെ ഈ ബാക്ക് പോർഷനിലേതാണ് നീല വര, അത് നമ്മളിതാ കറക്റ്റ് ഇവിടെ നമ്മൾ കറക്റ്റ് ഇതാ നേരെ അങ്ങ് വരച്ചു വിടുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ നമുക്കൊരു 1.5 ഇഞ്ചോളം കൂടുതൽ നമുക്ക് കിട്ടുവേ. അത് നമുക്ക് അങ്ങനെ എടുക്കാൻ വേണ്ടി കറക്റ്റ് നേരെ അങ്ങ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഫ്രണ്ട് പോർഷനിലേക്ക് വരുമ്പോഴേ. ഇനി ഈ ആം ഹോൾ ഇതാ ഇവിടെ വരുമ്പോഴത്തേനും ഒരു 1/4 ഇഞ്ച് നമ്മൾ അകത്തേക്ക്, 1/4 ഇഞ്ച് അകത്തേക്ക് ഇതാ ഇത്രയും മാത്രം കുഴിച്ച് കൊടുത്താൽ മതിയേ. അതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് പോർഷനിലുള്ളത് ഇതാ ഈ ആം ഹോൾ കർവ് നമ്മൾ 1/4 ഇഞ്ച് ഇങ്ങനെ കൊടുക്കുന്നു. നമ്മൾ ബാക്ക് പോർഷനിലേക്കാട്ടിലും ഈ ഫ്രണ്ട് പോർഷനിലെ ഈ വര നമ്മൾ നേരെ വരച്ചതിന് കാരണം നമുക്ക് ഈ ടക്ക് ഇടും ഫ്രണ്ട് പോർഷനിൽ. അപ്പോൾ ആ ടക്കിൽ മടങ്ങി വരുമ്പം വിഡ്ത്ത് കറക്റ്റ് ആകാൻ വേണ്ടിയാണ് ഈ 2 ഇഞ്ചോളം നമുക്കിതാ ഇവിടെ കൂടുതൽ കിട്ടുന്നത്. അതിനു വേണ്ടിയാണ് നമ്മളിത് ഇവിടെ നേരെ അങ്ങ് വരയ്ക്കണമെന്ന് പറഞ്ഞത്. ഇനി നമ്മൾ ബെൽറ്റ് പോർഷൻ്റെ ഉള്ള ലെങ്ത് ആണ് നമുക്ക് എടുക്കേണ്ടത്. ഈ ലെങ്ത് എടുക്കുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് എത്രയാണോ ഫ്രണ്ട് പോർഷനിൽ ടക്ക് കഴിഞ്ഞും ടക്ക് ഇട്ടതിന് ശേഷം നമുക്ക് വേണ്ട വിഡ്ത്ത് അത് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയേ. എന്നിട്ട് നമ്മളിതാ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു 2 ഇഞ്ചോളം ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണേ. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ മുഴുവൻ വീതിയും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു വൃത്തിയില്ലാതെ വരുവേ, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേ. അതിന് വേണ്ടിയാണ്. എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ നമ്മൾ ഒരു ചെറിയ കർവോട് കൂടി ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ബാക്കിയെല്ലാം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ നമ്മൾ മാറ്റിയതിന് ശേഷം നമ്മളിതാ ബെൽറ്റ് പോർഷനിൽ നമ്മൾ ഒരു 2.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ 2.5 ഇഞ്ചിൽ നിന്ന് നമ്മളൊരു 3.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ആദ്യമേ 2.5, പിന്നെ അവിടെ നിന്ന് 3.5 ഇഞ്ച്. എന്നിട്ട് ഈ 3.5 ഇഞ്ചിൻ്റെ കറക്റ്റ് സെൻറ്റർ എത്രയാണോ അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ 3.5 ഇഞ്ച്, ഒരു സാധാരണ ഏതളവിനും ഒരു 3.5 ഇഞ്ചിൻ്റെ ആവശ്യമുള്ളൂ ടക്ക്. എന്നിട്ട് ഇങ്ങനെ നമ്മളൊരു 3.5 ഇഞ്ച് മുകളിലേക്കും വരച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഇതുപോലെ നമ്മൾ ടക്ക് ഇടാനായിട്ടുള്ള ഭാഗം ഇങ്ങനെ കോർണർ ഇതുപോലെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് നമ്മളൊരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഈ 2.5യിൽ നിന്ന് നമ്മൾ 2.5 ഇഞ്ച് ഇങ്ങോട്ട് സൈഡിലേക്കും ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് 2 സൈഡിൽ ഒരു 1/4 ഇഞ്ച് വീതം ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. ഇനി ഇങ്ങനെ അടയാളപ്പെടുത്തി നോക്കുമ്പോൾ ഒരു 5.5 ഇഞ്ച് എവിടെ വരുന്നു അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. 2 വശത്തേക്കും ഈ ഒരു ഷേപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആം ഹോളിൻ്റെ അവിടുത്തേത് നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുത്തില്ലെങ്കിൽ പോലും നമ്മൾ താഴത്തെ രണ്ടും ടക്ക് ഇട്ട് വരുമ്പോഴത്തേന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അവിടെ കറക്റ്റായിട്ട് കിട്ടുവേ. എന്നിട്ട് ഇങ്ങനെ ഈ അപ്പുറത്തെ സൈഡിൽ കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇതുപോലെ നമ്മളൊന്ന് നന്നായിട്ട് വരച്ചു കൊടുത്തിരിക്കുകയാണ്. ഇനിയും നമ്മൾ ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ ബെൽറ്റ് പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഈ ഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം കേട്ടോ, നമുക്ക് കറക്റ്റ് വേണ്ട ബെൽറ്റ് ഇങ്ങനെ ലഭിക്കുവേ. അതിന് വേണ്ടിയാണ് നമ്മൾ ആദ്യമേ അടയാളപ്പെടുത്തിയപ്പോൾ ഒരല്പം ഇങ്ങോട്ട് മാറ്റി അടയാളപ്പെടുത്തി കൊടുത്തത്. ഇപ്പം ഫ്രണ്ട് പോർഷൻ നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഏതൊരാൾക്കും ഏകദേശം ഒരു 34 തൊട്ടും ഒരു 40 ചെസ്റ്റ് അളവുള്ളവർക്ക് വരെ ഈ ഒരു അളവിൽ ടക്കിട്ട് കൊടുത്താലൊക്കെ മതിയേ. ഇനി നമ്മൾ സ്ലീവ് പോർഷനാണ് എടുക്കുന്നത്. 4ആയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മുടെ ആം ഹോളിൻ്റെ ബാക്ക് പോർഷനിലെ ആം ഹോൾ ഇതുപോലെ നമ്മളിങ്ങനെ അളന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. ഈ അളവിൽ ആണ് നമുക്ക് നമ്മുടെ കൈക്ക് വിട്ട് വേണ്ടത്. അപ്പം നമ്മൾ ക്ലോത്ത് ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് 1 ഇഞ്ച് കുറഞ്ഞിരുന്നാലും നമുക്കിത് കറക്റ്റായിട്ട് ഇവിടെ വളവ് വന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടുവേ. ഇനി നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്ത് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ നിന്ന് നമുക്കൊരു 4 ഇഞ്ച് വരെ, ഒരു 3.5 4 ഇഞ്ച് വരെ, നമ്മളിപ്പോൾ ഒരു 4 ഇഞ്ച് 3.5 4 ഇഞ്ച് വരെയാണ് മാർക്ക് ചെയ്യാവേ. എന്നാലും കറക്റ്റായിട്ട് കിട്ടും. നമ്മളിങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ അങ്ങ് വളച്ച് കൊടുക്കുകയാണ്. സ്ലീവ് നമ്മൾ കട്ട് ചെയ്യുന്നതും ആം ഹോൾ കട്ട് ചെയ്യുന്നതും ഒക്കെ ഇതിന് മുന്നേ ഇട്ടിട്ടുള്ളതാണ്. ഇനി ഇതുപോലെ നമുക്കൊന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ കണ്ടോ, നമുക്ക് കറക്റ്റായിട്ട് കിട്ടുവേ. ഈ രീതിയിൽ നമുക്ക് ആം ഹോളിനെക്കാട്ടിലും 1 ഇഞ്ച് കുറച്ച് സ്ലീവിന് വിട്ട് എടുത്താലും ഇതുപോലെ പെർഫെക്റ്റായിട്ട് നമുക്ക് ലഭിക്കുവേ. അപ്പം ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ ഇനിയും വെച്ച് കൊടുത്തതിന് ശേഷം കറക്റ്റ് സെൻറ്റർ ഇതുപോലെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മളിവിടെ
ഒരു ഇഞ്ച് വരെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു സൈഡിൽ ഒട്ടും ചുളുക്കമില്ലാതെ കിട്ടും. ഇങ്ങനെ 1 ഇഞ്ച് നമ്മൾ സാരി ബ്ലൗസിന് കുഴിച്ച് കട്ട് ചെയ്താലേ നമ്മൾ ഈ ഭാഗങ്ങൾ ഇങ്ങനെ കുഴിച്ച് നല്ല നീറ്റായിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ 1 ഇഞ്ച് ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്ത് അപ്പം നല്ല നീറ്റായിട്ട് ഇതുപോലെ നമുക്ക് സ്ലീവ് ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ ഈ ബ്ലൗസിന് വേണ്ട ഓൾ പാർട്ട് ഇതൊക്കെയാണ്. ഇനി നമ്മൾ ഇതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് നോക്കാവേ. നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് നെക്കൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതുപോലെ എല്ലാ പീസസും സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്ന വീഡിയോ നമ്മൾ തൊട്ടടുത്ത ദിവസം തന്നെ ഇടാവേ. ഇതുപോലെ ബാക്ക് പോർഷനും എല്ലാം നമ്മൾ ഇതുപോലെ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്നൊക്കെ നമ്മൾ അതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ലീവിൻ്റെ പോർഷൻ ആണെങ്കിൽ ഒരു സ്ലീവ് ഇതുപോലെ നമ്മളിങ്ങനെ നീറ്റായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് അറ്റാച്ച് ചെയ്തെടുക്കുന്നതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടാവേ. അതുപോലെ തന്നെ നമ്മളുടെ ഈ സ്ലീവിനായിട്ട് നമ്മൾ 1 മീറ്ററേ ലൈനിങ് എടുത്തുള്ളൂ. അതുകൊണ്ട് ലൈനിങ്ങിൽ ഒരല്പം അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ നമ്മളുടെ ബെൽറ്റ് പോർഷനും നല്ല നീറ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഇനി 2 ഇഞ്ചാണ് നമ്മളുടെ ബാക്ക് പോർഷൻ്റെ മറച്ചെടുക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത്. 3 ഇഞ്ചാണ് ഹോളിന് വെക്കുന്നത്, 1.5 ഇഞ്ചാണ് ഹുക്കിനായിട്ട്. അപ്പോൾ ഇതുപോലെ ഓൾ പീസസ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത ദിവസം തന്നെ ഇടാവേ. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ ഫുള്ളായിട്ട് കാണണേ. താങ്ക് യു ഫോർ വാച്ചിങ്.